സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു വർഷക്കാലമാവും. കൃത്യമായി പറഞ്ഞാൽ 14 മാസം. കർക്കിടകത്തിന്റെ വറുതിക്കാലം കഴിഞ്ഞ് പൊന്നിൻ ചിങ്ങത്തിലെ പൊന്നോണത്തെ വരവേൽക്കേണ്ട കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ സ്വന്തം കുടുംബത്തിന്റെ ആശയും ആഗ്രഹവും കണ്ടില്ലെന്ന് നടിക്കേണ്ട അവസ്ഥാവിശേഷം വരുത്തിവെച്ചത് തെറ്റായ ഭരണനയത്തിലൂടെ ധൂർത്തിന്റെ പര്യായമായി മാറിയിട്ടുള്ള തൊഴിലാളി പാർട്ടിയുടെ അപ്പോസ്തലന്മാരെന്ന് അറിയപ്പെടുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്ന കേരളത്തിലാണല്ലോ എന്നോർക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നുകയാണ്. അന്നന്നത്തെ അന്നത്തിന് വേണ്ടി കൂലിപ്പണിക്ക് പോകുന്ന ഹതഭാഗ്യരായ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ വല്ലപ്പോഴും ഒരിക്കൽ തങ്ങൾക്ക് വീണ് കിട്ടുന്ന ജോലിയിൽ നിന്ന് മുണ്ടു മുറുക്കി ഉടുത്ത് മിച്ചം വരുന്ന തുക വറുതിക്കാലത്ത് തിരികെ കിട്ടുമെന്ന സ്വപ്നവുമായിട്ട് ക്ഷേമനിധി എന്ന ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ച് കാത്തിരിക്കുവാൻ തുടങ്ങിയിട്ട് ഒന്നല്ല രണ്ടല്ല 13-14 മാസക്കാലമായി എന്ന് ഓർക്കണം. ഈ ഓണനാളുകളിലെങ്കിലും പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും അവരുടെ കൈകളിലെത്തുവാൻ സമരപ്പന്തലിൽ ഇരിക്കുവാൻ ഇടവരുത്തരുതെന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഈ ചർച്ചയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനമായ ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റും കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള ശ്രീ CP രാജേഷ് അവരുകളെ സ്വാഗതം ചെയ്യാം പ്രണവം ന്യൂസിലേക്ക്. ഒപ്പം പ്രേക്ഷകരെയും. നമസ്തേ. കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ അവരുടെ പാടത്തും പറമ്പത്തും പണിയെടുത്ത് വെയിലും മഴയെല്ലാം കൊണ്ട് പണിയെടുത്ത് അവരുടെ പ്രതിമാസ കൂലിയിൽ നിന്ന് ഒരു തുക കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിക്ഷേപിക്കുകയും അത് അവരുടെ 60 വയസ്സ് പൂർത്തിയാവുന്ന സമയത്ത് ആ പണം പൂർണ്ണമായി തിരിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് 1600 രൂപ പ്രതിമാസം പെൻഷൻ കിട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പൊ 14 മാസമായിട്ട് അവരുടെ പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ്. ഇതിനെ കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ വക്താക്കളെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോഴാണ് ഈ അവസ്ഥ എന്നുള്ളതാണ് പരിതാപകരം. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം തന്നെ തൊഴിലാളി വർഗത്തിന്റെ അല്ലെ പാവപ്പെട്ടവന്റെ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കെട്ടിട നിർമ്മാണ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർ ക്ഷേമനിധിയിൽ അടച്ചിട്ടുള്ള അംശാദായ തുക എന്ന് പറയുന്നത് മുമ്പ് 20 രൂപയായിരുന്നെങ്കിൽ ഇപ്പൊ അത് 50 രൂപ പ്രകാരം പ്രതിമാസം ക്ഷേമനിധിയിൽ അടയ്ക്കുന്നു. 60 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ പണം കിട്ടിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ഇപ്പൊ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ഈ ക്ഷേമനിധിയെ തകിടം മറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലമാണ് ഇന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങളും ഇത്ര വഴുകാനുള്ള കാരണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ പ്രധാന വരുമാന സ്രോതസ് എന്ന് പറയുന്നത് തൊഴിലാളികളുടെ അംശാദായത്തിന് പുറമെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ നമുക്കറിയാം നടക്കുന്ന ഓരോരോ ബിൽഡിങ്ങുകൾ നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനത്ത് ഇന്ന് കൃഷിഭൂമി പാടെ നശിച്ചുകൊണ്ട് അവിടെയൊക്കെ തന്നെ പടുകൂറ്റൻ ഫ്ളാറ്റുകളും കെട്ടിടങ്ങളും ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ പ്രധാന വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഈ കെട്ടിടത്തിന്റെ ഒക്കെ തന്നെ 1% സെസ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അടയ്ക്കേണ്ടതാണ്. പക്ഷെ ഇത് പിരിച്ചെടുക്കേണ്ടത് ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന്റെ ഇതുവരെ പിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഗവൺമെന്റ് ലേബർ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. ലേബർ ഡിപ്പാർട്ട്മെന്റ് അത് കാര്യക്ഷമമായി പിരിച്ചെടുക്കാത്തത് കൊണ്ട് കെട്ടിട നിർമ്മാണ ക്ഷേമനിധി ബോർഡിലെ സാമ്പത്തിക സ്രോതസ് കുറഞ്ഞു. ഇതുകൊണ്ട് തന്നെയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ആനുകൂല്യങ്ങളും പെൻഷനും കൊടുക്കാനുള്ള സാമ്പത്തിക പ്രയാസം വന്നിട്ടുള്ളത്. ഇത് സർക്കാരിന്റെ പിടിപ്പുകേടാണ്. 20 ലക്ഷം അംഗങ്ങൾക്ക് മുകളിൽ ഓരോ മാസവും അവരുടെ വരുമാനത്തിൽ നിന്ന് അംശാദായമടച്ച് ക്ഷേമനിധി പുതുക്കുന്നത് അവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ്. ആ തുക തൊഴിലാളികൾക്ക് വേണ്ടിയല്ലേ ചെലവാക്കേണ്ടത്? തീർച്ചയായിട്ടും ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ ജീവനക്കാർ എന്ന് പറയുന്നത് അതാത് ഭരണകർത്താക്കൾ, അതായത് ഏത് പാർട്ടിയാണോ സംസ്ഥാനത്ത് ഭരിക്കുന്നത് ആ പാർട്ടിയുടെ എന്താ പറയുക സമരം നടത്താനും പൊടിപിടിക്കാനും നടന്നിട്ടുള്ള ജീവനക്കാർ അല്ലെങ്കിൽ അവരുടെ പാർട്ടി പ്രവർത്തകരെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡുള്ള പല ക്ഷേമനിധി ബോർഡുകളിലും അവരുടെ പാർട്ടി പ്രവർത്തകരെ നിയമിച്ചുകൊണ്ട് ഈ ബോർഡിലെ പണം അവരുടെ പാർട്ടി പ്രവർത്തകരുടെ കുടുംബ ജീവിതം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ജോലി കൊടുത്തുകൊണ്ടാണ് ഈ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത. പിന്നെ അതോടൊപ്പം തന്നെ വിവിധ മേഖലയിൽ ഡെപ്യൂട്ടേഷനിലൊക്കെ വരുന്ന ആൾക്കാർ അവർക്ക് അത്തരം രീതിയിൽ അവരുടെ സൗകര്യത്തിനനുസരിച്ച് അതാത് ക്ഷേമനിധി ബോർഡുകളിലേക്ക് വരുന്ന സമയത്ത് അവർ മുമ്പേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന സാലറി എത്രയാണോ അത് ഇവിടെ കൊടുക്കാൻ നിർബന്ധിതമാവുന്നു. അങ്ങനെ വരുന്ന സമയത്താണ് ഈ സാമ്പത്തിക പ്രയാസങ്ങൾ വരുന്നത്. ഇപ്പം 2023 ജൂൺ മാസത്തെ പെൻഷനാണ് ലാസ്റ്റ് നൽകിയെന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2024 ജൂൺ മാസം 24-ാം തീയതിയാണ് ലാസ്റ്റ് വിതരണം നടന്നത്. 2023 ജൂൺ മാസത്തേതല്ലേ ഇപ്പോഴത്തെ ഈ കൊടുത്തിട്ടുള്ള പെൻഷൻ? അപ്പോൾ ഇപ്പോൾ അവസാനം കൊടുത്തിട്ടുള്ളത് 1 വർഷവും 1 മാസവുമായി എന്നർത്ഥം. എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും
അതായത് 60 വയസ്സ് കഴിഞ്ഞാൽ വലിയ വലിയ വാഗ്ദാനങ്ങളൊക്കെ നടത്തിക്കൊണ്ടാണ് ഈ സർക്കാർ ക്ഷേമ പദ്ധതി തുടങ്ങിയത്. മനസ്സിലാക്കുന്ന 1990 തുടങ്ങിയ ക്ഷേമ പദ്ധതിയാണ്. അത് 96 കേന്ദ്ര നിയമം വന്ന് നടപ്പിലാക്കിയതോടുകൂടി 98 മുതൽ കേന്ദ്ര നിയമപ്രകാരം കേരള ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് എന്നുള്ള രീതിയിലാണ് ക്ഷേമനിധി ബോർഡ് പ്രവർത്തിക്കുന്നത്. കൃത്യമായിട്ട് ആ ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായിട്ട് 2017-16 വരെ വളരെ കൃത്യമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ക്ഷേമനിധി ബോർഡാണ്. തൊഴിലാളികൾ ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ 3-4 മാസത്തിൽ തൊഴിലാളികൾക്ക് ആനുകൂല്യം കിട്ടുമായിരുന്നു. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇത്ര സാമ്പത്തിക പ്രയാസങ്ങളും പ്രതിസന്ധികളും വന്നിട്ടുള്ളത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന് സർക്കാരിന്റെ വിവിധ പദ്ധതികൾക്ക് പണം കടമെടുക്കുന്ന ഒരു സാഹചര്യം മുമ്പ് നിലവിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് വിവിധ ക്ഷേമനിധി ബോർഡിൽ നിന്ന് ഇങ്ങോട്ട് കടമെടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതും വലിയ പലിശ കൊടുത്തിട്ട്. ഇപ്പൊ ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്ന്, മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നൊക്കെ തന്നെ പണം കടമെടുത്തുകൊണ്ടാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്. ഇതിന് BMS വളരെ കാലമായിട്ട് വെച്ച നിർദ്ദേശങ്ങളുണ്ട്. ഇത് നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറായെങ്കിലും പക്ഷെ അത് പ്രാവർത്തികമാക്കില്ല എന്നുള്ള അവസ്ഥ. അതായത് നമ്മൾ ഒരു പ്ലാൻ സബ്മിറ്റ് ചെയ്യുന്നത് പഞ്ചായത്തിലോ അല്ലെങ്കിൽ കോർപ്പറേഷനോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ ആണ്. സെസ് അടയ്ക്കേണ്ടത് ആ പ്ലാൻ പാസ്സാക്കുന്ന സമയത്ത് തന്നെ അതാത് പഞ്ചായത്തോ അല്ലെങ്കിൽ ഭരണകർത്താക്കളോ അത് പിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ പണം ഉടനെ ക്ഷേമനിധി ബോർഡിലേക്ക് അടച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമാകുമായിരുന്നു. പക്ഷേ അതിന് പകരം ആ പണം പിരിക്കുന്നത് ലേബർ ഡിപ്പാർട്ട്മെന്റ് ആണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് BMS ഈ ആവശ്യം ഉന്നയിക്കായി ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അത് മാറ്റി പഞ്ചായത്തിന് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അത് തത്വത്തിൽ സർക്കാർ അംഗീകരിച്ചെങ്കിൽ കൂടി പൂർണ്ണമായും അത് ഓർഡറായിട്ട് സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതിന്റെ ഫലമായിട്ട് ആ സെസ് പിരിവ് കാര്യക്ഷമമായി നടന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകുമായിരുന്നു. 2016 വരെ 500 കോടി രൂപയോളം നീക്കിയിരിപ്പുണ്ടായിരുന്ന ക്ഷേമനിധി ബോർഡ് കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ ഇപ്പം 800 കോടി രൂപയോളം കുടിശ്ശികയാക്കി വെച്ചിരിക്കുന്ന അവസ്ഥയാണ്. തൊഴിലാളികൾക്ക് അർഹതപ്പെട്ട ഈ പണം മുച്ചൂടും മുടിച്ച് ദൂർത്തടിച്ചിട്ടല്ലേ ഇങ്ങനെ കൊടുക്കാൻ കഴിയാതെ വരുന്നത്? തീർച്ചയായിട്ടും ഈ സർക്കാരിനെ സംബന്ധിച്ചോളം ദൂരത്തിന്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദൂരത്തിന്റെ കാര്യത്തിൽ ഈ സർക്കാർ ഏറ്റവും മുൻപന്തിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് 2015 UDF ഗവൺമെന്റ് പോകുന്ന സമയത്ത് 893 കോടി രൂപ ഈ ബോർഡിന്റെ നിക്ഷേപം ഉണ്ടായിരുന്നു. 893 കോടി രൂപ നിക്ഷേപം ഉണ്ടായിരുന്ന ബോർഡാണ് ഇന്ന് സാമ്പത്തിക പ്രതിസന്ധി മൂലം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളികൾ ആനുകൂല്യങ്ങൾ കൊടുക്കാതെയും തൊഴിലാളികളുടെ ജീവനക്കാരുടെ പോലും ശമ്പളം കൊടുക്കാനുള്ള പണം ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇന്ന് ബോർഡിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഇത് സർക്കാരിന്റെ തെറ്റായ നയങ്ങളും സർക്കാരിന്റെ ധൂർത്തുമാണ് ഇതിന് പ്രധാന കാരണം. ഈ ചർച്ചയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് തൊഴിലാളികൾക്ക് ലഭിക്കേണ്ട ന്യായമായ അവകാശത്തിന്റെ പേരിൽ ഈ ഓണക്കാലത്ത് അവരെ ഒരു സമരപ്പന്തലിലേക്ക് തള്ളിവിടുക എന്ന് പറയുന്നത് വളരെ നീചവും നിന്ദ്യവുമായ പ്രവൃത്തിയാണ്. അത് എത്രയും വേഗം ഈ സാമ്പത്തികം അവർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക തീർത്ത് തൊഴിലാളികൾക്ക് കൊടുക്കണം എന്നും ഇത് എത്രയും വേഗത്തിൽ നൽകി ഈ പ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കാൻ അതിന്റെ അധികൃതർ തയ്യാറാകണം എന്നുമാണ് നമുക്ക് പറയാനുള്ളത്. ഈ തിരക്കിലും ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ സമയം കണ്ടെത്തിയ ശ്രീ രാജേഷ് സി, അങ്ങക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു, നന്ദി പറയുന്നു. അതോടൊപ്പം നമ്മുടെ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി, നമസ്കാരം. നന്ദി.